വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. കഴിഞ്ഞ തവണ ഞാൻ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഹോർമോൺ തെറാപ്പിയുടെ പബ്ലിക്കിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നെ കുറേ നേരം ചേച്ചിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെയാണ് വിളിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എന്നെ തൊട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇതുവഴി കോയമ്പത്തൂരിലേക്ക് ബസ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ചോദിച്ച കുട്ടി എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. ഞാൻ അന്ന് ആൺകുട്ടിയാണ്, അവളുടെ കൂടെ കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് എന്നെ ഓർമ്മയില്ല. ഞാൻ ഒരുപാട് മാറി, പെണ്ണായി മാറിയത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല. അപ്പം എനിക്കൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മൾ കൂടെ കളിച്ച കുട്ടികൾ എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ പെണ്ണായിട്ട് കണ്ടത് കൊണ്ടാണ് ചേച്ചിന്ന് വിളിച്ചതും ഞാനൊരു ട്രാൻസ് ആണെന്നോ മെയിലാണെന്നോ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം എനിക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വകയിലൊരു വല്യച്ഛൻ്റെ മോൻ എന്നെ കണ്ടു. അപ്പോൾ ഇതാ മണിക്കുട്ടൻ അവിടെ നിൽക്കണമെന്ന് അവരുടെ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ അത് മണിക്കുട്ടനൊന്നും അല്ല, ഏതൊരു പെൺകുട്ടിയാണ്, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, വല്ല പെൺപിള്ളേരുടെ അടുത്ത് സംസാരിച്ച് അടി വാങ്ങിക്കാൻ നിൽക്കണ്ട, നീ നടക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഒരു ദിവസം ആ ജംഗ്ഷനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടും അവരുടെ വീടും കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ, 1-2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ആർമിയിലാണ്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരു തവണ എന്നെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയി, കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ഏട്ടനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഞാനാണ് അന്ന് അവിടെ നിന്നുള്ള കാര്യം. അപ്പം എനിക്കൊരു സന്തോഷമായിരുന്നു, കാരണം എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള കാര്യം. പിന്നെ വല്യേശൻ്റെ മോനെ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്ന ആൾ എന്നെ ഒന്നും പറയില്ല. അപ്പം എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് അന്നും എനിക്കൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെയാണ്. നമ്മൾ പബ്ലിക്കിൽ പാസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയാതിരിക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പം എനിക്കതൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.